ആലപ്പുഴ നഗരസഭയ്ക്ക് ഇനി പുതിയ മുഖം. 5 വർഷം മുൻപ് ഉദ്ഘാടനം ചെയ്ത ശതാബ്ദി സ്മാരക മന്ദിരം പ്രവർത്തനങ്ങൾക്കായി തുറന്നുകൊടുത്തു. പഴയ നഗരസഭാ കെട്ടിടത്തിൽ നിന്ന് വന്യവിഭാഗം ഒഴികെ മറ്റെല്ലാ വകുപ്പുകളും ഇനി മുതൽ പുതിയ മന്ദിരത്തിലാണ് പ്രവർത്തിക്കുക. രണ്ടാഴ്ച ട്രയൽ റൺ എന്ന നിലയിലാണ് പുതിയ കെട്ടിടം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഉടൻ വിപുലമായ ഉദ്ഘാടനം നടക്കുമെന്ന് അധികൃതർ പറയുന്നു. നഗരസഭയുടെ എല്ലാ സേവനങ്ങളും ശതാബ്ദി മന്ദിരത്തിൽ സംയോജിപ്പിച്ച് പൂർണ്ണ പ്രവർത്തന സജ്ജമാകും. അമ്മൻകോവിലിനടുത്ത് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള 60 സെന്റിൽ 45,000 സ്ക്വയർ ഫീറ്റിൽ ഗ്രൗണ്ട് ഫ്ലോർ ഉൾപ്പെടെ 5 നില കെട്ടിടമാണ് നിർമ്മിച്ചത്. ഏറ്റവും മുകളിലെ കൗൺസിൽ ഹാളാണ്. അതിനുശേഷം എല്ലാ സെക്ഷനുകളും വളരെ നല്ല രീതിയിൽ ക്രമീകരിച്ചിരിക്കുകയാണ്. ഇപ്പം ഹെൽത്ത് വിഭാഗം, എഞ്ചിനീയറിംഗ് വിഭാഗം, ഓഡിറ്റ് വിഭാഗം, അങ്ങനെ റവന്യൂ, പ്ലാനിംഗ് എല്ലാം ഒന്ന് സജ്ജമാകും. 7 കോടി രൂപയുടെ അടുത്ത് മുടക്കിയിട്ടാണ് ഇപ്പം ഇതേപോലെ ആയിട്ടുള്ളത്. ഇനിയിപ്പം ഇതും ഞങ്ങൾ ഇങ്ങോട്ട് ആക്കിയെങ്കിൽ പോലും അറ്റകുറ്റപ്പണികൾ ഇനിയുമുണ്ട്. അതും ചെയ്തിട്ട് അടുത്ത ദിവസമാണ് അതിൻ്റെ ഒരു ഉദ്ഘാടനം എന്ന രീതിയിൽ ഞങ്ങൾ വെച്ചിട്ടുള്ളത്. 2016-17 സാമ്പത്തിക വർഷമാണ് ശതാബ്ദി മന്ദിരത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 11 കോടി അനുവദിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടം 5 വർഷം മുമ്പ് ഉദ്ഘാടനം നടന്നിരുന്നു. എന്നാൽ ഫർണിച്ചർ ഉൾപ്പെടെയുള്ള ജോലികൾ പൂർത്തീകരിക്കാതെയാണ് UDF നേതൃത്വം നൽകിയ കഴിഞ്ഞ നഗരസഭാ ഭരണസമിതി തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്തത്. ഇക്കാരണത്താൽ നാളിതുവരെ കെട്ടിടത്തിൽ ഓഫീസ് തുറന്നു പ്രവർത്തിക്കാനായില്ല. പുതിയ LDF ഭരണസമിതി നിർമ്മാണവും അടിസ്ഥാന സൗകര്യവും പൂർത്തീകരിച്ചാണ് പുതിയ മന്ദിരത്തിലേക്ക് പ്രവർത്തനം മാറ്റുന്നത്. പൊതുജനങ്ങൾക്ക് സേവനം തടസ്സം വരാതെയാണ് ഷിഫ്റ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ.